റീഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടകനായി എത്തിയ നേമം പുഷ്പരാജ് സാറിനെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. പരീക്ഷത്തിൽ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ കലാനിധിയുടെ ഗുരുസ്ഥാനീയനായ വിഷ്ണു പോറ്റി തിരുമേനിയെയും ഈ വേദിയിൽ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെയും സുഹൃത്തുക്കൾക്കും കലാനിധിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എളിയ പരിപാടി പുണ്യദിനമാണ്. പഞ്ചമുഖിമയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ. ശ്രീ മഹാദേവ ദേവർ ശ്രീ ദുർഗ ഭദ്രാളി ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവം നടക്കുന്ന ഈ വർഷത്തെ ഉത്സവമായ കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റിന് ഒരു വേദി ഒരുക്കി തന്ന ശ്രീ വിഷ്ണു പോറ്റിക്ക് രമാഭായ് ടീച്ചർക്ക് എൻ്റെ പേരിലും ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലും കലാനിധിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത സിനിമാ സംവിധായകൻ കലാനിധി അംഗവുമായ ശ്രീ രാജൻ ശിവാനന്ദൻ സാറിനാണ്. അദ്ദേഹത്തെ എൻ്റെ പേരിലും ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലും കലാനിധിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ വിഘ്നേഷ് ഗായകൻ, അദ്ദേഹത്തെ എൻ്റെ പേരിലും ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലും കലാനിധിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ പേരിലും ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലും കലാനിധിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ പ്രവീൺ ഏണിക്കര, കലാനിധിയുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൂടി നിൽക്കുന്ന എൻ്റെ സഹോദര തുല്യനായ അദ്ദേഹത്തെ എൻ്റെ പേരിലും 3 പതിറ്റാണ്ടിലേറെ കാലമായി കലാനിധി പുതുവസ്ത്ര പൊങ്കാലക്കിറ്റ് നടത്തി വരാറുണ്ട്. ഈ മാസം 27-ന് ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് 500-ൽ പരം പരിസര ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പല റെസിഡൻസ് അസോസിയേഷനിലെ നിർധനരായ അമ്മമാർക്കും കലാനിധി പൊങ്കാലക്കിറ്റ് നൽകുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ദേവിയുടെ ഈ തിരുമുറ്റത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനും എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ദേവീ നാമത്തിൽ അവാർഡ് നൽകാനും കഴിഞ്ഞത് എൻ്റെ മുജ്ജന്മ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ലെനിൻ രാജേന്ദ്ര കലാനിധിയുടെ പ്രസിഡൻ്റായിരുന്നു. ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഫിലിം, ടെലിവിഷൻ, മീഡിയ ഓൺലൈൻ അവാർഡ് 27-ാം തീയതി നടത്തുന്നത്. അതുപോലെ കലാനിധിയുടെ ആദിപരാശക്തി പുരസ്കാര സമർപ്പണവും നൃത്തസംഗീത മഞ്ജീരധ്വനി എന്ന നൃത്തസംഗീത സമന്വയവും വേദിയിൽ അരങ്ങേറുന്നുണ്ട്. എൻ്റെ പേരമ്മയ്ക്കാണ് ഇപ്രാവശ്യം പത്മശ്രീ അവാർഡ് ലഭിച്ചത്. എൻ്റെ അമ്മ അണക്കാട്ടിൽ കുടുംബാംഗമാണ്. അമ്മയുടെ പേരിലാണ് പേരമ്മയ്ക്ക് ഒരു അവാർഡ് കലാനിധി നൽകിയിരുന്നു. അതുപോലെ നമ്മുടെ ആദിപരാശക്തി പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡും ഭദ്രദീപം കൊളുത്തി സപ്തസ്വരങ്ങളുടെ 7 മഹിളാരത്നങ്ങൾ ദീപനാളങ്ങൾ തെളിയിക്കുന്ന ആ പുണ്യ മുഹൂർത്തത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പേരമ്മയാണ്. കണക്കാട്ടിലെ ദേവികയമ്മയാണ് ആ ഭദ്രദീപം തെളിയിക്കുന്നത്. ഈ പഞ്ചമുഖി ദേവിയുടെ അനുഗ്രഹം കലാനിധിക്ക് ഉണ്ടാകുമെന്ന് ദേവിയോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിനായി നമ്മുടെ വിഷ്ണു തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നേമം പുഷ്പരാജ് സാറിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സാറിനെ ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സാറിനെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ആദരണീയായ അധ്യക്ഷ ശ്രീമതി ഗീത രാജേന്ദ്രൻ, ഇന്ത്യയൊട്ടാകെ തന്നെ അറിയുന്ന
പ്രശസ്തനായ നടൻ ശ്രീ MR ഗോപകുമാർ, ബ്രഹ്മശ്രീ വിഷ്ണു പോറ്റി അവർകൾ, പ്രൊഫസർ രമാഭായി, മറ്റ് അവാർഡുകൾ പുരസ്കാരങ്ങൾ നേടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, ഭക്തജനങ്ങളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 3 പതിറ്റാണ്ടുകൾ 30 വർഷക്കാലത്തോളം ഈ രംഗത്ത് കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെയായിട്ട് കലാനിധി എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം കേരളമൊട്ടാകെ തന്നെ വിവിധ സ്ഥലങ്ങളിലായി വിവിധ അവസരങ്ങളിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവരുടെ ഒറ്റ ആത്മബലം കൊണ്ട്, ശക്തി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണിത്. ഇതിൻ്റെ പല പ്രോഗ്രാമിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രചോദനകരമാണ്, ഒരുപാട് പ്രോത്സാഹനം നൽകുന്നതാണ്, അവർക്ക് വീണ്ടും മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതുമാണ്. അത്തരത്തിൽ കലാകാരന്മാരെ കണ്ടെത്തുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ്. മാത്രമല്ല ഇതോടൊപ്പം തന്നെ ചേർന്ന് അശരണരായവർക്ക് ഒരുപാട് സഹായവും ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ കൂടുതൽ മഹത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. നമുക്കറിയാം, കലാകാരന്മാരെന്ന് പറയുന്ന സത്യത്തിൽ സമൂഹത്തിലെ വളരെ കുറവാണ്. ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ഒരുതരം യുദ്ധം ചെയ്താണ് അവർ ഒരു രംഗത്തേക്ക് ഉയർന്നു വരുന്നത്. അത് ഏത് രംഗത്തായാലും എത്രയോ പേര് അവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കലാകാരന്മാരെ നമുക്കറിയാം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങുമെത്താതെ പോയ ഒരുപാട് കലാകാരന്മാരെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഉയർന്ന് അവരുടെ ഏതെങ്കിലും ഒരു നിലയിൽ തൃപ്തികരമായ രീതിയിലേക്ക് മുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന അവരെ ആ രംഗത്ത് കൂടുതൽ ശക്തരായി നിർത്തുവാനും അവരെ കൂടുതൽ ഊർജ്ജസ്വലരായി ആ രംഗത്ത് പ്രവർത്തിക്കാനുമൊക്കെ ഇത്തരം പുരസ്കാരങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് കാണിക്കുന്ന ഈ ഉദാരത ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൽ അവാർഡ് നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ശ്രീ കെ വിനോദ്, പ്രദീപ് തൃപ്പരപ്പ്, അഡ്വക്കേറ്റ് KJ രമാഭായി, സതീഷ് ചന്ദ്രൻ, ശ്രീ ഗിരീഷ് K നായർ, വിനോദ് ചിത്ത്, ശിവ കൈലാസ്, T രാഗേഷ് രാജ, എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേവീശരണം. പരിപാവനമായ കുന്നുംപുറം ശ്രീ മഹാദേവർ ദുർഗ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൻ്റെ ഈ തിരുമുറ്റത്ത് വെച്ച് ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം സമയം പങ്കിടാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ അസുലഭമായ നിമിഷങ്ങളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവും. ഈ ഒരു നിമിഷം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നും കാത്തു സൂക്ഷിക്കാനുണ്ടാവും. കാരണം അത്ര അഭൗമമായ ഒരു അന്തരീക്ഷമാണ്, ഒരു അസാധാരണമായ അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഒരു ആത്മീയതയുടെ ഒരു 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 ആവരണം നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു. എന്തായാലും കലാനിധി ആണ് ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. കലാനിധിയുടെ ചെയർപേഴ്സണായ ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവരുടെ അവിശ്രാന്തമായ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു സമിതി നിലനിന്നു പോകുന്നത്. കലാനിധിക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു.
MR ഗോപകുമാർ സാർ. ആവണി എന്നീ വേദിയിൽ നൃത്ത ചുവടുകളുമായി എത്തിയ ആവണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രഥമ സാഹിത്യ സബര്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ എല്ലാം ആദരണീയായ പ്രൊഫസർ അഡ്വക്കേറ്റ് രമ. ഞാൻ വിമൻസ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. KS ചിത്രയുടെ ബാച്ചാണ്. ടീച്ചർ വിമൻസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ടീച്ചറിന് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻസ് ക്ലബിൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ് 25,001 രൂപ ഈ വേദിയിൽ വെച്ച് ടീച്ചർക്ക് സമർപ്പിക്കുന്ന ദേവീ നാമത്തിൽ എന്നെ ഏൽപ്പിച്ച തുകയാണ് സ്റ്റുഡൻസ് ക്ലബ്ബ്. ഈ വേദിയിൽ വെച്ച് ടീച്ചർക്ക് നേമം പുഷ്പരാജ് സാർ അത് കൈമാറുകയാണ്. പൊന്നാടയും പതക്കവും മൊമൻ്റെയും 25,001 രൂപയും ആണ് ടീച്ചർക്ക് നൽകുന്നത്. അതൊക്കെ നൽകുന്നത് ഗിരീഷ്. കലാനിധിയുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഗുരുസ്ഥാനിയായ ടീച്ചറിന് 1000 നന്ദി അറിയിക്കുന്നു. അടുത്തതായി പഞ്ചമി ദേവിയുടെ നാമത്തിൽ ഈ തിരുസന്നിധിയിൽ നിന്ന് വിഷ്ണു പൂറ്റിയാണ് ഈ ഉപഹാരം നൽകേണ്ടിയിരുന്നത്. ഈ വേദിയിൽ അമ്മേ നാരായണ, ദേവി നാരായണ. വളരെ വിഷമോടെയാണ് തിരുമേനി ഇല്ലാത്ത വേദി. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല തിരുമേനി. ഈ ഉപഹാരം തിരുമേനി ഈ പഞ്ചമുഖി ദേവിയുടെ നാമത്തിലാണ് ടീച്ചറിന് പ്രഥമ സബര്യ പുരസ്കാരം, സാഹിത്യ സബര്യ പുരസ്കാരം ഏൽപ്പിക്കുന്നത്. സ്വാമിയെ തിരുമേനി ബ്രഹ്മശ്രീ വിഷ്ണു തിരുമേനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി രമാഭായി ടീച്ചറിനെ ക്ഷണിക്കുന്നു. വിഷ്ണു തിരുമേനി. നല്ല രീതിയിൽ പഞ്ചമുഖി ദേവിയുടെ ഒരു വരവേൽപ്പ് തന്ന എല്ലാ നാട്ടുകാർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ് എൻ്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പുഷ്പരാജ് സാറിന് തിരുമേനിയുടെ നാമത്തിൽ സ്നേഹാദരവ് നൽകുന്നു. ഗുരുസ്ഥാനീയനുമായ MR ഗോപകുമാർ സാറിന് തിരുമേനിയുടെ സ്നേഹാദരവ്. പഞ്ചമുഖി ദേവിയുടെ ഈ പവിത്രമായ വേദിയിൽ പുഷ്പരാജ് സാറും MR ഗോപകുമാർ സാറും ചേർന്നാണ് മറുപടി പ്രസംഗത്തിനായി ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗോപകുമാർ സാർ, ഗീത രാജേന്ദ്രൻ, ഏറ്റവും ഭവ്യവും
ധന്യവും ദീപ്തവുമായ ഒരു സായന്തനത്തിൽ ഇതേപോലെ ഒരു നാട്ടിൻപുറത്ത് പഞ്ചമുഖി ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് എനിക്ക് ഇത്രമാത്രം അംഗീകാരം ലഭിച്ചത് തീർച്ചയായും മുജ്ജന്മ സുഹൃതമായി തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ നാട്ടിലെ എൻ്റെ ക്ഷേത്രത്തിലെ ദേവിയെ ആരാധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അതേപോലെ വിശുദ്ധമായ ഒരു ഗ്രാമാന്തരീക്ഷമാണ് എനിക്കിവിടെ കാണുവാൻ സാധിച്ചത്. ഇവിടെ AC റൂമില്ല, കുഷനിട്ട കസേരകളില്ല, പക്ഷേ നിർമ്മലമായ ഹൃദയത്തോടെ ഭക്തി ആദരപൂർവ്വം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഗ്രാമീണരുടെ വിശുദ്ധമായ മനസ്സും അതിൻ്റെ ശുദ്ധിയും അതിൻ്റെ കാപട്യമില്ലായ്മയുമായിരിക്കാം ഈ നാടിൻ്റെയും നാട്ടാരുടെയും ഏതു തരത്തിലുള്ള ഐശ്വര്യത്തിനും നിദാനം. അതിന് എപ്പോഴും ദേവി ഒപ്പം ഉണ്ടായിരിക്കും, ഞങ്ങളുടെ ഒപ്പവും ദേവി ഉണ്ടായിരിക്കും. കാരണം പഞ്ചമുഖി ദേവിയുടെ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയത് ദേവി എൻ്റെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ദേവി എന്നെ എപ്പോഴും സഹായത്തിന് എൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടാക്കി തന്നു. ഒപ്പം തന്നെ ഗീതയല്ല പുഷ്പരാജൻ സാർ പറഞ്ഞതുപോലെ അംഗീകാരമാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അംഗീകാരം കിട്ടുമ്പോഴാണ് അവൻ കൂടുതൽ അവൻ്റെ കഠിനമായി അധ്വാനിക്കണമെന്ന് തോന്നലുണ്ടാകുന്നത്. കഠിനമായ അധ്വാനവും അതുപോലെ തന്നെ സ്ഥിരോത്സാഹവും മാത്രം പോരാ, അംഗീകാരവും ആവശ്യമാണ്. കുറ്റിപ്പുറത്തിൻ്റെ 2 വരികളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. എത്രമാത്രം സന്തോഷത്തോടെയാണ് ഈ നാട്ടിൻപുറത്തെ ആൾക്കാർ ഇവിടെ ഈ പരിമിതമായ സൗകര്യത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഞങ്ങളെ എല്ലാം ആദരിക്കുന്നതും അതിനെല്ലാം ചുക്കാൻ പിടിച്ചതായ ഗീതാ രാജേന്ദ്രൻ, കലാനിധി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എന്നോടൊപ്പം ഈ ദൈവിക കാര്യത്തിൽ എത്ര അഹോരാത്രം എന്ന് തന്നെ പറയാം. എനിക്ക് അവരെ മാനിക്കാതെ എനിക്കൊരു അവാർഡ് തന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്കതിന് വളരെ വിഷമം എനിക്ക് തോന്നി. കൊടുത്തില്ല എങ്കിൽ ദേവി പോലും പൊറുക്കില്ല. ആ ഒരു നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുന്നത് അവർക്ക് അത് ഐശ്വര്യമായിട്ട് കൊടുക്കണം ദേവിക്ക് വേണ്ടിയിട്ട്. അതുപോലെ വേദിയിലേക്ക് മോഹന സാറിനെ ഞാൻ ഒന്ന് ക്ഷണിച്ചോളൂ. സമർപ്പണമാണ്. മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം. പരിപാവനമായ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളായതുകൊണ്ട് വളരെ പരിമിതമായ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും ഈ പുണ്യദിനത്തിൽ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു സ്നേഹാദരവ്. കലാനിധിയോടെ എന്നും എപ്പോഴും നിൽക്കുന്ന എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പഞ്ചമി ദേവിയുടെ തിരുനാമത്തിൽ ആദരവ് നൽകുന്ന ചടങ്ങാണ്. ആദ്യമായി പഞ്ചമുഖി മാധ്യമ മഹിമ പുരസ്കാരം. മാതൃഭൂമി യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി. മാതൃഭൂമി ദിനപത്രം. മാതൃഭൂമിയുടെ PV ഗംഗേട്ടൻ കലാനിധിയുടെ രക്ഷാധികാരിയായിരുന്നു. കോഴിക്കോട് ദൂരദർശനിൽ 7 വർഷം വർക്ക് ചെയ്തിരുന്ന എനിക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സഹകരണമാണ് ഇന്നും എനിക്കുള്ളത്. മാതൃഭൂമിയുടെ ഏറ്റുവാങ്ങുന്നതിനായി സതീഷിനെ ക്ഷണിക്കുന്നു. കാട്ടാക്കട പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് സതീഷ്. സതീഷിനെ ഈ ആദരവ് സമർപ്പണം. നേമ പുഷ്പരാജ് പ്രസക്തി ആദരിക്കുന്നത് MR ഗോപകുമാർ. ഏറ്റവും മികച്ച പ്രാദേശിക വാർത്താ ചാനൽ ദൃശ്യ TV ഗിരീഷ് K. നായർ. ഗിരീഷ് സംവിധായകനും കൂടാണ്. മകളാണ് ഗിരീഷിൻ്റെ പേര്. ഗിരീഷിൻ്റെ മകളാണ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നത്. ശങ്കരി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ദൃശ്യ ടി വി. പ്രോഗ്രാം എഡിറ്ററാണ് ഗിരീഷ് കെ നായർ. ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ്. ആദരിക്കുന്നത് MR ഗോപകുമാർ സർ. രാജശേഖരൻ സർ, ജനൻ ടി വിയുടെ MD കൂടാണ് അദ്ദേഹം. UDS ഉദയസമുദ്രയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന് ഇന്ന് എത്താൻ സാധിച്ചില്ല. വിനോദാണ് കലാനിധിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരമായ ജനൻ ടി വിക്കാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി വിനോദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ് സർ. പതക്കം നൽകുന്നത് തിരുമേനി. കാട്ടാക്കട പ്രസ് ക്ലബ് ഗാനരചയിതാവാണ്. 2 പതിറ്റാണ്ടിലേറെ കാലമായി കലാനിധിയോടൊപ്പം നിൽക്കുന്ന മാധ്യമ സുഹൃത്ത് ശിവ കൈലാസിന് പഞ്ചമുഖി ദേവിയുടെ സ്നേഹാദരവ്. മലയൻകീഴ് അദ്ദേഹം കാട്ടാക്കട പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പുരസ്കാര സമർപ്പണം നേമം പുഷ്പരാജ്. ആദരിക്കുന്നത് MR ഗോപകുമാർ സർ. പഞ്ചമുഖി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ഗിരീഷ് കെ നായർ, പ്രോഗ്രാം ഡയറക്ടർ, ദൃശ്യ ടി വി. ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ് സർ. ആദരിക്കുന്നത് MR ഗോപകുമാർ സർ. കാട്ടാക്കട പ്രസ് ക്ലബ് പ്രസിഡന്റ് സതീഷിനെ മറുപടി പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഈ പഞ്ചമുഖീരവം എന്ന ഈ മനോഹരമായ സന്ധ്യയ്ക്ക് ഒരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജിതീഷ് RS, എഡിറ്റർ, കേരളി TV. ജിതീഷിൻ്റെ മകൻ കലാനിധി പ്രതിഭയാണ്, നല്ലൊരു ഗായകനാണ്. പഞ്ചമുഖി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ജിതേഷ് R നായർ, എഡിറ്റർ, കൈരളി TV. നൽകുന്നത് നേമം പുഷ്പരാജ്. ആദരിക്കുന്നത് MR ഗോപകുമാർ സർ. മികച്ച വാർത്ത MK വിനോദ്, ജനൻ TV, ജനൻ TV. MK വിനോദാണ് നല്ല രീതിയിൽ വാർത്ത അവതരിപ്പിക്കുന്നതിനുള്ള പഞ്ചമുഖി ദേവിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഈ ദേവിയുടെ തിരുസന്നിധിയിൽ ജനൻ ടിവിക്ക് വേണ്ടിയുള്ള പുരസ്കാരവും വാർത്താ അവതരണത്തിനുള്ള പുരസ്കാരവും ഇത്ര മഹനീയമായ ചടങ്ങിൽ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും നേമം പുഷ്പരാജ് സാർ, അതേപോലെ തന്നെ MR ഗോപകുമാർ സാർ, അതേപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടക ഗീതാ രാജേന്ദ്രൻ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പൂജാരികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഈ ദേവിയോടും ഈ നാടിനോടും അകമഴിഞ്ഞ പ്രാർത്ഥന മാത്രം. നന്ദി. നന്ദി വിനോദ്. പഞ്ചമുഖി ധ്യമ ലേഖകൻ വിനോദ് ചിത്ത്. പഞ്ചമുഖി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം DT രാഗീഷ് രാജ, മാധ്യമ പ്രവർത്തകൻ, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്.
അദ്ദേഹത്തിൻ്റെ മകനാണ് ഏറ്റുവാങ്ങുന്നത്. പേര് ദേവകൃഷ്ണയാണ് അത് ഏറ്റുവാങ്ങുന്നത്. പഞ്ചമുഖി മാധ്യമരത്ന പുരസ്കാരം ഹരി പെരിങ്കടവിള, ജന്മഭൂമി ലേഖകൻ. പുരസ്കാര സമർപ്പണം നേമം പുഷ്പരാജ്. ആദരിക്കുന്നത് MR ഗോപകുമാർ സർ. കലാനിധി എന്നും വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഘടനയാണ്. 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള വിവിധ വിഭാഗങ്ങളിലെ കലാ, സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള മെമ്പേഴ്സാണ് ഓൾ ഇന്ത്യ ലെവലിലും ഇന്ത്യയുടെ മറുനാടുകളിലും കലാനിധിക്കുണ്ട്. ഇന്ന് ഈ വേദിയിൽ സംഗീത നൃത്ത വിസ്മയമായി എത്തുന്ന കലാനിധിയിലെ കൊച്ചു കലാകാരന്മാർക്ക് ഈ വേദിയിൽ പഞ്ചമുഖി ദേവിയുടെ അനുഗ്രഹത്തിനായി ഒരാദരവ് നൽകുന്ന ചടങ്ങാണ്. സാവൻ ഗിരീഷ്, കലാനിധി പ്രതിഭ, മിനി സ്ക്രീൻ നവാഗത സംഗീത പ്രതിഭ. ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ്. ആദരിക്കുന്നത്, അനുമോദിക്കുന്നത് MR ഗോപകുമാർ സർ. ഇന്നീ വേദിയിൽ നൃത്ത ചുവടുകളുമായി എത്തുന്ന മീര ആകാശ് കലാനിധിയുടെ പ്രതിഭയായിരുന്നു. ഇപ്പോൾ സംസ്കൃതി എക്സലൻസ് എന്ന് പറഞ്ഞൊരു സ്കൂളിൻ്റെ സാരഥിയും കൂടിയാണ്. ഇനി വേദിയിൽ നൃത്ത ചുവടുകളുമായി എത്തുന്നു മീര ആകാശ്. നേമം പുഷ്പരാജ് സാർ ആദരിക്കുന്നു. ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ്. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് സംസ്കൃതി സ്കൂൾ ഓഫ് എക്സലൻസ് കലാനിധി പ്രതിഭ ശ്രുതി S. പ്രിയങ്ക CS, കലാനിധി പ്രതിഭ സംസ്കൃതി ക്ലസ്റ്റർ ഫോർ എക്സലൻസിലെ വിദ്യാർത്ഥിയാണ്. കലാനിധി പ്രതിഭയായ പ്രിയങ്കയ്ക്ക് പഞ്ചമുഖി ദേവിയുടെ സ്നേഹാദരവ്. കലാനിധി അംഗം, നൃത്താധ്യാപകൻ, മിനി സ്ക്രീൻ താരം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലാനിധിയിലൂടെ വളർന്നു വന്ന കലാനിധിയുടെ കൊച്ചു കലാകാരൻ. ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജ് 4th സെമസ്റ്ററിന് പഠിക്കുമ്പോഴും പരിപാവനമായ ദേവിയുടെ തിരുസന്നിധിയിൽ നൃത്ത ചുവടുകളുമായി എത്തുന്നു. മഹാദേവന് ദേവീനാമത്തിൽ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചമുഖി ദേവിയുടെ സ്നേഹാദരവ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി മഹാദേവനെ ക്ഷണിക്കുന്നു. കലാനിധി അംഗം, നൃത്താധ്യാപിക, മിനി സ്ക്രീൻ താരം. ഇന്നീ വേദിയിൽ നൃത്ത വിസ്മയരാവുമായി മഹാദേവും ശ്രീഭദ്രയും ഈ വേദിയെ ധന്യമാക്കും. പഞ്ചമുഖി ദേവിയുടെ തിരുനാമത്തിൽ നൽകുന്ന ആദരവ്. നമുക്കെല്ലാം ശ്രവ്യസുന്ദരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വിഘ്നേശ്വരൻ എന്ന കലാനിധിയുടെ അംഗം ഇന്നീ വേദിയിൽ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഗാനം ആലപിക്കാനായി എത്തിയിരിക്കുന്നത്. കലാനിധി പ്രതിഭകളായ ആ കുട്ടികൾക്കും ഈ വേദിയിൽ കലാനിധിയുടെ സ്നേഹാദരവ് നൽകുന്നതാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഉപഹാര സമർപ്പണം നേമം പുഷ്പരാജ്. പതക്കം നൽകുന്നത് MR ഗോപകുമാർ സർ. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വിഘ്നേശ്വരനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ. അതുപോലെ ഈ ദേവീ സന്നിധിയിൽ തന്നെ ഇങ്ങനെയൊരു അവാർഡ് വാങ്ങാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചത് എൻ്റെ മുൻജന്മ സുഹൃതമായി കരുതുന്നു. ആലപിക്കുന്നത് അതിൻ്റെ ചുമതല വഹിക്കുന്നത് നമ്മുടെ വിഘ്നേഷാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും നിരവധി അവാർഡുകൾ ലഭിച്ച സാംസ്കാരിക സംഗീത വിസ്മയം തീർക്കുന്ന ശ്രീലക്ഷ്മി VSന്, കലാനിധി പ്രതിഭയായ ശ്രീലക്ഷ്മിക്ക് പഞ്ചമുഖി ദേവിയുടെ ഒരു സ്നേഹാദരവ്. പഞ്ചമുഖി ദേവിയുടെ സംഗീത കലാശ്രേഷ്ഠ പുരസ്കാരം. ശ്രീധന്യ BS, കലാനിധി പ്രതിഭ. ശ്രീ നന്ദന VS, കലാനിധി പ്രതിഭ. പഞ്ചമുഖി ദേവിയുടെ പേരിൽ നൽകുന്ന സ്നേഹാദരം. A grade രാജം ഭദ്രകാളി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും